വൃത്തി 2025 ദി ക്ലീൻ കേരള കോൺക്ലേവിന്റെ മുന്നോടിയായി സംസ്ഥാന ശുചിത്വ മിഷൻ കണ്ണൂർ പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ DJ അരുൺ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരത്തെ തടയാൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനമെന്നും ജോയിന്റ് ഡയറക്ടർ പറഞ്ഞു. 50 രൂപ യൂസർ ഫീ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാം. ഞാൻ ലൈസൻസ് ഫീസ് എടുക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഓർക്കുക, ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മാലിന്യം ഉണ്ടാക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നാണ് പറയുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന മാലിന്യം സംസ്കരിക്കേണ്ടതും അത് പരിപാലിക്കേണ്ടതും അതിനെ കൈയൊഴിയേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണ്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന റോളുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് കുറെ തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരാറുണ്ട്. നമ്മുടെ മാലിന്യത്തിൽ തന്നെ പലതരത്തിലാണ് നമ്മൾ വേർതിരിച്ച് കാണുക. ഒന്ന് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും. നമ്മുടെ ഈ ജൈവ മാലിന്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അത്ര വലിയ പുരോഗതി ഒന്നും പ്രാപിച്ചിട്ടില്ല. നമ്മളിപ്പോഴും പറയുന്നത് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കേണ്ടതാണ്. ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം അതിന് ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുണ്ട് നമുക്ക്. അത് നമ്മൾ മിക്കവാറും വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഇതിന്റെ എണ്ണം എടുക്കുന്ന സമയത്ത് ഒരു 5000 വീടുള്ള ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ 10000 ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ പൈപ്പ് കമ്പോസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ റിംഗ് കമ്പോസ്റ്റ് ആയിരിക്കും, അല്ലെ മറ്റ് പല പേരുകളിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സാധനം കൊടുത്തിട്ടും പിന്നെയും ഇപ്പോഴും ഈ ബയോവേസ്റ്റുകൾ റോഡിലേക്ക് വരുന്നത് പോയി അന്വേഷിക്കുന്ന സമയത്തായിരിക്കും ഈ നമ്മൾ കൊടുത്ത സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ തേങ്ങയിട്ട് കൊടുക്കാനും പ്രസ് ക്ലബ് പ്രസിഡന്റ് C. സുനിൽകുമാർ ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ക്യാമ്പയിൻ കോർഡിനേറ്റർ സുനിൽ ദത്തൻ, പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.